ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ദുബായ് വീട്ടിലാണ് ഇപ്പോൾ. കുറച്ച് ദിവസമായിട്ട് ദുബായ് വീടാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണ വിശേഷം, ഞങ്ങൾ കൂടുതൽ സമയം പുറത്തുനിന്നാണ് ഭക്ഷണം. ഇടയ്ക്കിടയ്ക്ക് മാത്രം ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, ചിലപ്പോൾ ലഞ്ച്, ചിലപ്പോൾ ഡിന്നർ, ഏതെങ്കിലും ഒരു മീൽ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് വീട്ടിലാണ്. ബാക്കി പുറത്ത് പോകാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപാടികൾ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ കുറച്ച് കൂടുതൽ വിഷ്ണുവിന് നാടൻ അങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നുമില്ല. സാമ്പാറും ചോറും മാത്രം കഴിക്കുന്ന ആളല്ലേ. സാമ്പാർ, ചോറ്, തൈര്, അല്ലാണ്ട് വെറൈറ്റി ഫുഡ് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടുമല്ലോ, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കുടുംബോള് ദേ വരുന്നു. മോളേ എന്തിട്ടാ വാവേ, അതെ വാവേ സുന്ദരിക്കുട്ടി. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ യു കെയിലെക്കാട്ടിലും ഇൻഗ്രീഡിയൻസ് അവിടെയും കിട്ടും. പക്ഷേ നമുക്ക് പോയി വാങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതാണെങ്കിൽ തൊട്ട് തലേ നൂണിൽ പറഞ്ഞാലും കിട്ടും, ഈസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ലബനീസ് റൈസും വേണമെങ്കിൽ അഫ്ഗാനി ചിക്കൻ ചെയ്യാം, പക്ഷേ അതിന് പകരം അഫ്ഗാനി എഗ്ഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചേഞ്ച്, ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ആ വിശേഷങ്ങൾ കാണാം, ഉണ്ടാക്കാൻ പോണൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് ലഞ്ച്, അതാണ് ലഞ്ച് മേക്കിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്, അത് കാരണം ക്ലാരിറ്റി കുറവായിരിക്കും. അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു 5 മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് മാക്കറോണി വേർമിസിലി, ദാറ്റ് ഇസ് എമിറേറ്റ്സ് മാക്കറോണി വേർമിസിലി എന്ന ആ ബ്രാൻഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. വീറ്റ് സെമോളിന ആണ്. ഇതാണ് നമ്മുടെ അറബിക് റൈസ്, അതുപോലെ ലബനീസ് റൈസിനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ വാങ്ങാൻ നോക്കൂ. ഇതിങ്ങനെ മുറിഞ്ഞു വരുന്നതാണ്. ഇത് പാസ്റ്റ കാറ്റഗറിയാണ്. മാക്രോണി വേർമിസിലി മാക്രോണി. ഓക്കെ, എമിറേറ്റ്സ് എന്ന് പറയുന്ന ഈ എമിറേറ്റ്സ് മാക്രോണിയാണ് ബ്രാൻഡ്. ഓക്കെ, ഡ്യൂറം വീറ്റ് സെമോളിന നമ്മുടെ വെർമിസിലി പോലെ തന്നെയാണ് ഇരിക്കുന്നത്, 100%. നൈസ് ബ്രോക്കൺ വൺസ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വറുക്കണം നന്നായിട്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട്. ഞാനിപ്പോൾ ലോങ് ഗ്രെയിൻ റൈസായിട്ട് എൻ്റെ കയ്യിൽ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസിൻ്റെ ക്ലാസിക്കാണ് ഇപ്പോൾ കയ്യിലുള്ളത്. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നല്ല ലോങ് ഗ്രെയിൻ റൈസാണ് വേണ്ടത്. ഈ റൈസ് നന്നായിട്ട് കഴുകാം. അതായത് നല്ല ക്ലിയർ ആകുന്നവർ, വെള്ളം ക്ലിയർ ആകുന്നവരെ കുറേ പ്രാവശ്യം കഴുകി ആയിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ബസ്മതി റൈസോ നല്ല അരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പല ഐറ്റംസിനും നമ്മൾ ഉപയോഗിക്കുന്നത് നന്നായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, കഞ്ഞിവെള്ളം പോലെ പൊടിയെല്ലാം കംപ്ലീറ്റ് കഴുകി മാറ്റും. എന്നിട്ടൊരു 10 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ, 10 അല്ല ഒരു 15 ഒരു 20 മിനിറ്റ് ഇരിക്കട്ടെ. ഇതിപ്പോൾ ക്ലാസിക്, നമ്മുടെ ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കുതിരാനായിട്ട് വയ്ക്കാം ഒരു 20 മിനിറ്റ്സ്. ഒരു 1/2 കപ്പ് വെർമിസിലി എടുത്തു. ദിസ് ഈസ് ഇവിടുത്തെ നിങ്ങൾ വാങ്ങുമ്പോൾ എമിറേറ്റ്സ് മാക്രോണി വെർമിസിലി എന്ന് പറഞ്ഞാൽ അത് വാങ്ങിയാൽ മതി. ഇത് പാസ്റ്റയുടെ കാറ്റഗറിയിൽ തന്നെ വരും, മുറിഞ്ഞത്. നോക്കിയേ, കണ്ടില്ലേ, ഈ ടൈപ്പ്. ഇതിനെ ഒന്ന് വറുക്കണം, നല്ലതായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒലിവ് ഓയിലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കേണ്ടത് ട്രഡീഷണലായിട്ട് ചെയ്യുകയാണെങ്കിൽ ലബനീസ് റൈസ്. പക്ഷേ എനിക്കിവിടെ ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒലിവ് ഓയിൽ ചെയ്തോളൂ, കുഴപ്പമില്ല. നോക്കിയേ, കുഴിയുള്ള നല്ലൊരു പാത്രം വെക്കുന്നു, അതിനകത്തേക്ക് ഇച്ചിരി എണ്ണ. അപ്പോൾ ഒലിവ് ഓയിലാണെങ്കിൽ ഒലിവ് ഓയിൽ ഒരുപാടൊന്നും വേണ്ട, ഒരു 1.5 ടേബിൾ സ്പൂൺ മാക്സിമം. എണ്ണ ചൂടായിട്ട് ആദ്യം ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ആൽമണ്ട് സ്ലൈസസ്, ഇതെല്ലാം ഇവിടെ ഇഷ്ടംപോലെ കിട്ടുന്ന കാര്യമായതുകൊണ്ട് കുറച്ച് ആൽമണ്ട് സ്ലൈസസ് വറുത്തെടുക്കുക, അല്ലെങ്കിൽ ചോപ്ഡ് ആൽമണ്ട്സ് ഇട്ടാലും മതി. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടുന്ന പോലെ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ സ്ലൈസസ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇവിടെ ആൽമണ്ട്, നാട്ടിലും കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടാൽ മതി, ചോപ്പ് ചെയ്തിട്ടാലും മതി. ആൽമണ്ട്സ് നീളത്തിന് അരിഞ്ഞിട്ടാലും മതി. എന്നിട്ട് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചത്. ഇതിൽ നിന്ന് ബാക്കി എത്ര എണ്ണയുണ്ടെന്ന് നോക്കിയിട്ട് കുറച്ച് എണ്ണയും കൂടി എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കാം. ഇതെടുത്തിട്ട് ആഹാ നല്ല മണം, മൂത്ത് വരുന്നതിനനുസരിച്ച് നല്ല മണം. ഓക്കെ, ക്രിസ്പി ആൻഡ് ഗോൾഡൻ ആയിക്കൊണ്ടിരിക്കുന്നു. നിമിഷങ്ങൾക്കകം എടുക്കാം. തിൻ സ്ലൈസസ് ആണുകൊണ്ട് പെട്ടെന്നാകും, എണ്ണ ചൂടാണെങ്കിൽ ഫാസ്റ്റ്. ഓക്കെ, എടുക്കാം.
പകുതിയോളം എണ്ണ ബാക്കിയുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പം എല്ലാ പ്രോസസ്സും ഒലിവ് ഓയിൽ ചെയ്യുന്നതാണ് ഒത്തൻറ്റിക്. വെർമിസെല്ലി നാട്ടിൽ നമുക്ക് കിട്ടുന്ന വെർമിസെല്ലി എന്ന് പറയുന്നത് കൂടുതലും റൈസ് വെർമിസെല്ലി കിട്ടും. പിന്നെ മൈദയാണ്. ഇത് വീറ്റാണ് കേട്ടോ. വീറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് കുറച്ചുകൂടി ഒന്ന് കളർ മാറിക്കോട്ടെ. നല്ലൊരു ഗോൾഡൻ കളർ ആകട്ടെ. എന്നാകുമ്പോഴാണ് ആ റൈസിൽ ഇറക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നത്. ഇനി ഇതിലേക്ക് തന്നെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഒരു 20 മിനിറ്റ് കുതിർത്ത് ഊറ്റിയതാണ് കേട്ടോ. അതും കൂടി ഓരോ അരിയും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ്സ് കുതിർത്തിട്ട് ഊറ്റി വെക്കും. എന്തായാലും ലോങ് ഗ്രെയിൻ ആയിട്ടുള്ള റൈസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ മാത്രമേ മതി. ആ വെർമിസെല്ലി ഇറങ്ങുന്ന നോക്കി ഏതാണ്ട് ഉള്ളി വറുത്തിട്ട പോലത്തെ ഒരു കളറല്ലേ. ഇതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ഈ ഒരു റൈസിൻ്റെ വെറൈറ്റി. 2-3 മിനിറ്റ് കഴിഞ്ഞു. യെസ്. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കാം. ഇതിപ്പോൾ 2 കപ്പ് റൈസ്, 1/2 കപ്പ് വെർമിസെല്ലി. ഇനി ഇതിലേക്ക് ബോയിലിംഗ് വാട്ടർ 4 കപ്പ്. 2 cups of rice, 2 cups of boiling water. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നല്ലൊരു തിള വന്നിട്ട് പാത്രം അടച്ചിട്ടിട്ട് തീ കുറച്ചു വെന്ത് പറ്റിയിരിക്കണം. സോൾട്ട്. നല്ലൊരു തിള വന്നു തുടങ്ങി. ഇനി നമുക്ക് അടച്ചിടാം. തീ കുറയ്ക്കുകയും ചെയ്യാം. മീഡിയം ലോയിലേക്ക് മാറ്റാം. ഓക്കെ, തീ കുറയ്ക്കട്ടെ. യെസ്. നോക്കോളൂ. വാവ്, പെർഫെക്റ്റ്ലി ഡൺ. ഈ റൈസ് ബെസ്റ്റാണ് കേട്ടോ. ഇന്ത്യ ഗേറ്റ് ക്ലാസിക് എനിക്കെപ്പോഴും നല്ല റിസൾട്ട് തരുന്ന അരിയാണ്. കുഴഞ്ഞിട്ടില്ല, പാകത്തിന് വന്നിട്ടുണ്ട് എല്ലാം. വെർമിസെല്ലി ആൻഡ് ദി റൈസ് ലോങ് ഗ്രെയിൻ. വാവ്, നൈസ്. ഉപ്പൊക്കെ കറക്റ്റാണ്. ആൻഡ് ഇതിനകത്തേക്ക് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ മല്ലിയില എന്ന് തോന്നും, പക്ഷെ മല്ലിയില അല്ല. ദിസ് ഇസ് പാസ്ലി ലീവ്സ് ഞാൻ ചോപ്പ് ചെയ്തതാണ്. കുറച്ച് ഇതിനകത്ത് ഇടാം, കുറച്ച് ടോപ്പിങ്ങിൽ മുകളിലായിട്ട് അലങ്കരിക്കാനും വയ്ക്കാം. ഒരു പ്രത്യേക ഫ്ലേവറാണ് പാസ്ലി ഇലയ്ക്ക്. യെസ്, ദ പാസ്ലി ലീവ്സ് ആൻഡ് വറുത്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട്സിൻ്റെ ഇത് ഏകദേശം ഒരു 1/2 കപ്പോളം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഏറ്റവും മുകളിൽ വയ്ക്കാനായിട്ട് കുറച്ച് ഒരു ഹാഫ്. ഇതിപ്പോൾ ആൽമണ്ട് സ്ലൈസ്ഡാണ്, ഘനം കുറഞ്ഞ രീതിയിൽ. അല്ലാണ്ട് ചോപ്ഡ് ആണെങ്കിൽ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. This is finished. This is the Lebanese rice or the Arabic Lebanese rice എന്ന് പറയും, അറബിക് റൈസ് എന്ന് പറയും, മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു റൈസായിട്ട് പറയാം. കുഴയാനൊന്നും പാടില്ല. യെസ്, പെർഫെക്റ്റ്ലി ഡൺ. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ആൽമണ്ട്സ് വറുത്തതും അതുപോലെ കുറച്ച് പാസ്ലി ലീവ്സും കൊണ്ട് അലങ്കരിച്ചിട്ട് വിളമ്പിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ ഉണ്ടാക്കുന്നത് അഫ്ഗാനി എഗ്. ഇതിപ്പോൾ ഞാനിങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഞങ്ങളൊരു 5 എണ്ണം എടുത്തിട്ടുള്ളൂ. ഈ ഗ്രേവിയിൽ ഒരു 6-8 എണ്ണം വരെ ആകാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 8 മുട്ടയ്ക്ക് പോലെ ഞാൻ 5 മുട്ട എടുത്തു, അത്രേ ഉള്ളൂ. ഇനി കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് അഫ്ഗാനി എഗ് കറിയാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതിന് അഫ്ഗാനി ചിക്കനൊക്കെ ഉണ്ടാക്കാമല്ലോ, അതുപോലെ തന്നെ മട്ടൺ ഉണ്ടാക്കാം. ഇതിപ്പോൾ എഗ്ഗ് കുറച്ചുകൂടി കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കും. ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഈസിയാണ്, പെട്ടെന്ന് കുക്കിംഗ് ടൈമൊക്കെ കുറച്ച് മതി. ഇതിപ്പോൾ ഒരു മീഡിയം സവാള 2 എണ്ണം സ്ലൈസ്, കട്ടിയുള്ള സ്ലൈസസ് ആണ്. ഒരു 4 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതൊരു 10-20 അണ്ടിപ്പരിപ്പാണ് സ്പ്ലിറ്റ് ചെയ്തത്. പിന്നെ ഇതൊരു വലിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി. വലിയ അല്ലി ആയിരുന്നുകൊണ്ട് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തു. ഇനി ഇതും ഒന്ന് സ്ലൈസ് ചെയ്യും. ഇത് 1 കപ്പോളം മല്ലിയില അരിഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് വഴറ്റിയിട്ട് അരയ്ക്കണം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്തിട്ട് വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഓയിൽ.
ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കട്ടെ. കുറച്ചുകൂടെ ഒന്ന് റിച്ച് ആക്കാനായിട്ട് കുറച്ചുകൂടി ഞാൻ ഫുള്ള് ഗീല് ചെയ്യുന്നില്ല, ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കാം. അപ്പോൾ നല്ലൊരു മണം കിട്ടും എക്സ്ട്രാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാം. അതോടൊപ്പം ഇഞ്ചിയെ ചെറിയ കഷ്ണം, ചെറുതല്ല സ്ലൈസസ് ആക്കി. അതുപോലെ 4 വെളുത്തുള്ളി വലിയ അല്ലിയായിരുന്നു, അത് ഞാൻ സ്ലൈസ് ചെയ്ത്. പിന്നെ 4 പച്ചമുളക് ഓരോന്ന് 2ആയി മുറിച്ചതാണ്. ഓക്കെ, അത് മതി. ഫസ്റ്റ് അതെല്ലാം ഒന്നിച്ച് സവാളയും കൂടി ചേർത്ത് ഇതിനകത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടിപ്പരിപ്പിനെ കുറച്ച് ചെറുതായി മാറി മറ്റൊക്കെ വാടി തുടങ്ങിയതേ ഉള്ളൂ. മീഡിയം 2 സവാളയായിരുന്നു. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത്. ഓക്കെ, മല്ലിയില ലാസ്റ്റ് ഇട്ടാൽ മതി. ഇപ്പോൾ ഒരു മല്ലിയില അതിനകത്തുനിന്ന് വീണ് പോയതാണ്. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ മണം! സൂപ്പർ! ആ നെയ്യും കൂടി ചേർത്തുകൊണ്ടാണ് ആ ഒരു മണം കിട്ടുന്നത്. ഓക്കെ, സവാളയൊക്കെ ട്രാൻസ്പെറൻ്റ് ആകണം. ബ്രൗണിലാകണ്ട. നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ചിലപ്പോൾ ചെയ്യില്ല അരയ്ക്കാനായിട്ട്. എല്ലാത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ മാറി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആൻഡ് സവാള അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റും കൂടി മതിയാവും. എന്തൊരു മണമാണ് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ. ആ നെയ്യ് ഒഴിച്ചതിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. ആദ്യം പോലെ ഇപ്പം നോക്കി എല്ലാത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ മാറി വാടി കഴിഞ്ഞു. അപ്പോൾ സവാള ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വാടിയിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ കുതിർത്ത അണ്ടിപ്പരിപ്പല്ല, അല്ലാണ്ട് നമ്മൾ വറുത്ത് ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജെത്തി ഇത് മല്ലിയിലായിട്ട് കൊടുക്കാം. ഒരു കപ്പ് നിറച്ചുണ്ട്, നിറയെ എടുക്കും. ഒരു ഗ്രീൻ യെല്ലോയിഷ് ആ കളറാണ് ഗ്രേവി വരുന്നത്. ഓക്കെ, ഓഫ് ചെയ്യുന്നു. ഇനി ഇത് അല്പം ഒന്ന് തണുത്തിട്ടാണ് അരയ്ക്കേണ്ടത്. അരയ്ക്കുന്ന സമയത്ത് 1/2 കപ്പ് തൈരും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. വെള്ളത്തിന് പകരം തൈര് ചേർത്തിട്ടാണ് അരയ്ക്കേണ്ടത്. അരച്ചിട്ട് ഞാൻ വരാം. മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര്. ഇനി നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സെയിം പാത്രം തന്നെ ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു എന്താ പറയുക, ഒരു ഓയിൽ മയമൊക്കെ ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം. കുറച്ച് 1 ടേബിൾ സ്പൂൺ. ചൂടായിട്ട് ആ മുട്ട നമുക്കൊന്ന് വറുക്കാം, റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മളിപ്പോൾ ഒരു 4 പച്ചമുളക് അരച്ചിട്ടുണ്ട് ഗ്രേവിയിൽ. ഇതിൽ എത്ര പെപ്പർ വേണം എന്നുള്ളത് നമ്മൾ എത്തിയാണ്, എരിവനുസരിച്ച് ആവശ്യത്തിന്. ഓക്കെ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. കഷ്ടായാലും മതി, ഇത് ഫൈൻ പൗഡറാണ്, ഇത് മേടിച്ചതാണ്. 1 ടീസ്പൂൺ എരിയെണ്ണ പൊടി. കുറച്ച് ഉപ്പ്, അരപ്പിലുപ്പുണ്ട്, ഇത് അല്ലാതെ കുറച്ച്. ഇതിൻ്റെ കൂടെ മുട്ട. ഒരു കോട്ടിങ്ങായിട്ട് അതിലിങ്ങനെ പറ്റി പിടിക്കും. വരഞ്ഞ മുട്ടയാണ്. ഇത് 2ആയിട്ട് മുറിച്ചാണ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യും. ഇങ്ങനെ കമിഴ്ത്തിയിട്ടിട്ട് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഗ്രേവിയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ഇതിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിക്ക് ഗ്രേവി. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജാറ് അകത്തുള്ള കാര്യങ്ങളും കൂടി മിക്സ് ചെയ്തിട്ട് കാഷ്യൂ പേസ്റ്റൊക്കെ ചേർന്ന് വരുന്നതുകൊണ്ട് നല്ല കൂടുതലുണ്ടാവും. എല്ലാം വഴറ്റി അരച്ച കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് അതിനൊരു വേഗമോ മൊഴിയലോ ഒന്നും ആവശ്യമില്ല. ഒരു 1/2 കപ്പും കൂടി, 1/2 കപ്പ് വെള്ളം. ഇതിനകത്തേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്.
മല്ലിപ്പൊടി ഞാൻ നേരത്തെ ചേർക്കാത്തത് വറുക്കുന്ന എന്താ പറയുക, നമ്മൾ മുട്ട വറുത്ത സമയത്ത് അതിൻ്റെ ആവശ്യമില്ല, ഈ സമയത്ത് മതി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സെറ്റായി. ഗരം മസാല ആൻഡ് മല്ലിപ്പൊടി, ഉപ്പൊക്കെ നോക്കാം, എന്നിട്ട് പോരാത്ത ഉപ്പും കൂടി ചേർക്കാം. തിളക്കട്ടെ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 8 മുട്ട ഉണ്ടെങ്കിലും ഈ ഗ്രേവി ധാരാളം മതിയാകും. ഇനി ഒരു കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ടത് ഫിനിഷ് ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ ഒരു അല്പം വെള്ളം കൂടി വേണമെങ്കിൽ ആകാം. നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ചിട്ട് 1/4 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. ഇനി ക്രീം ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ലൂസാകുമല്ലോ. പിന്നെ മല്ലിയിലയും ഇട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഫിനിഷ് ചെയ്താൽ മതി. പരിപാടി കഴിയും. യെസ്, ഇപ്പം എല്ലാം കറക്റ്റായി. ഫ്രഷ് ക്രീം ഞാനിതിപ്പോൾ ഇത് എത്ര ഗ്രാമാണ് നോക്കട്ടെ, 100 grams. ഓക്കെ, അത് ചേർക്കാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ആ ഒരു പാത്രത്തിൻ്റെ ചൂട് മാത്രമേ ഉള്ളൂ. അടുപ്പിൽ നിന്ന് മാറ്റുന്നവരെ ഈ ചൂടുണ്ടാകും. ഓക്കെ, യെസ്, ക്രീം അതിനകത്തേക്ക് ഇൻഫ്യൂസ്ഡ് ആയിക്കുക. കളർ കുറച്ചുകൂടി ലൈറ്ററാകും. യെസ്, പെർഫെക്റ്റ്. അങ്ങനെ അഫ്ഗാനി എഗ് ഈസ് ഓൾസോ റെഡി. നമ്മുടെ ലബനീസ് റൈസും അഫ്ഗാനി എഗ്ഗും എങ്ങനെയുണ്ട്? നല്ല കോമ്പിനേഷൻ. ഞങ്ങളുടെ ലഞ്ചാണിത്. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ക്രീം കുറച്ച് ഞാനിങ്ങനെ വെച്ചിരിക്കും ഏറ്റവും ടോപ്പിലിടാനായിട്ട്. ഓക്കെ, ബാക്കിയെല്ലാം ചേർത്തു. ഫിനിഷ്ഡ്. വാവ്, ഒരു 8 മുട്ട ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഗ്രേവി സെയിം മതിയാകും. വെജിറ്റേറിയൻസിനൊക്കെ പെർഫെക്റ്റ്. നോൺ വെജ് കഴിക്കുന്നവർക്കും നല്ലതല്ലേ? ഏതാണ്ട് ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചിക്കനും ഉണ്ടാക്കാം. കറിമല്ലിയില ഞാൻ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഓക്കെ, ദിസ് ഈസ് അവർ ലെബനീസ് റൈസ്. ലെബനീസ് എന്ന് പറയും, അറബിക് റൈസ് എന്ന് പറയും, പിന്നെന്താ മിഡിൽ ഈസ്റ്റ് എന്നും പറയും. 2 കപ്പ് റൈസും 1/2 കപ്പ് വേർമിസ്ലി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 പേർക്ക് കഴിക്കും. നിറച്ച് കഴിക്കുന്നവരാണെങ്കിൽ 4 പേർക്ക്, 4-6 പേർക്ക് വരെ കഴിക്കും. ഇതിൻ്റെ കൂടെ ഒരു ബ്രെഡ്സ് എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഡിന്നറിനൊക്കെ നമുക്ക് ഗസ്റ്റ് ഉണ്ടെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പാസ്ലി ലീവ്സ്. ഓക്കെ, പ്ലസ് ആൽമണ്ട്സ് വറുത്തത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ നടുക്കായിട്ടും വേണമെങ്കിൽ വയ്ക്കാം. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ? മോർ പാസ്ലി ലീവ്സ്. കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, നൈസ്. ഇപ്പോൾ ചെറിയ ചൂടുണ്ട് കേട്ടോ, കംപ്ലീറ്റ് ചൂട് മാറിയിട്ടല്ല. ഞാൻ ആ സമയം കൊണ്ട് എഗ്ഗ് ഉണ്ടാക്കിയപ്പോഴും ഇത് അടച്ച് വെച്ചതാണ്, നല്ല ചൂടുണ്ട്. സോ ലെബനീസ് റൈസ് ഇസ് റെഡി. ഓക്കെ, നമ്മുടെ അഫ്ഗാനി എഗ് കറിയും കൂടി സർവിങ് ബൗളിലേക്ക് മാറ്റാം. വെച്ച ക്രീം കൂടി എൻ്റെ മേളിലായിട്ട് ഇട്ടാൽ അതും കൂടി ഇങ്ങനെ മെൽറ്റ് ആയിട്ട്
ഇതൊക്കെ ഒരു റഫ് സ്റ്റൈലിലുള്ള ഒരു പ്രസൻറ്റേഷൻ കേട്ടോ. എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഭംഗി, വെറുതെ ഒരു ചേഞ്ച്, വീട്ടാവശ്യത്തിനാണ് ഉണ്ടാക്കുന്നത്, അത് കാരണം പ്രത്യേകിച്ച് കാര്യമില്ല. ബട്ട് സ്റ്റിൽ നമുക്കൊരു സന്തോഷം. സോ എഗ് അഫ്ഗാനി എഗ് കറി റെഡി. ടേബിളിലേക്ക് കൊണ്ടുപോട്ടെ. വിഷ്ണു ലഞ്ച് റെഡി. ലബനീസ് റൈസ്. അഭിപ്രായം കേൾക്കട്ടെ. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കുമ്പോൾ. ഓക്കെ ഓക്കെ. ആൻഡ് ഒന്ന് ലബനീസ് ആണെങ്കിൽ ഒന്ന് അഫ്ഗാനി. നല്ല റിച്ച് ഗ്രേവി. ഓക്കെ. സത്യം പറയണം, കൊള്ളാമോ? ആക്ച്വലി കൊള്ളാമോ? നന്നായിട്ടുണ്ട്. നൈസ് ഫ്ലേവർ. ഭയങ്കര എരിവൊന്നുമില്ല. ഇത് പക്ഷേ ഇച്ചിരി സ്പൈസി ആയിട്ടാണ്. എനിക്ക് പച്ചമുളക്, കാര്യം പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇവിടുത്തെ, കണ്ടിട്ട് ചെറുത് അത്ര എരിവ് തോന്നിയില്ല. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ 4 പച്ചമുളക് ഭയങ്കര സ്പൈസി ആണെങ്കിൽ 2 എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓ അനുക്കുട്ടി ബിഹൈൻഡ് ദ ക്യാമറ, അനുക്കുട്ടിയാണ്. നൈസ്. അത് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് കറങ്ങാനുണ്ട്, പുറത്തോട്ട് ഇറങ്ങണം, ഡ്രസ് ചെയ്യണം, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഓക്കെ. ഇത് ചപ്പാത്തിക്കും ഒക്കെ നല്ല കോംബോ ആയിരിക്കും. ചപ്പാത്തി, പൊറോട്ടാസ്. നമ്മളൊരു രാത്രി ഔട്ടിങ്ങിന് പോവാണ്. നൈറ്റ് ഔട്ടിങ്. യെസ് മോനെ, ഗാരേജ്. ഓ നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ എവിടെ പോണേ? കാഫൂർ പ്ലാനുണ്ട്. പിന്നെ പുറത്ത് മദ്ദൈഫ് മോളിൽ പോയിട്ട് അവിടുത്തെ കാഫൂർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിന്നർ കടവത്തു റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ ഫുഡ് കഴിക്കാം. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള സ്റ്റൈൽ. അപ്പോൾ കാഫൂറിലേക്ക് നമ്മൾ നടന്നു പോകും. ഇതൊരു മോളിലാണ്, ഏറ്റവും വലിയ കാഫൂറായിട്ട്. ഫൈനലി കാഫൂറിൻ്റെ ഭാഗത്തേക്ക് കയറുന്നു. ഓക്കെ, പിക്കിൾഡ് തിങ്സ് നമ്മൾ തന്നെ വാങ്ങിച്ചു. ഇതെല്ലാം മിക്സ്ഡ് വാങ്ങിച്ചു. ഓക്കെ, ടോട്ടില അത് വേണ്ട, പ്ലെയിൻ വാങ്ങിച്ചാൽ പോലെ. ടോട്ടില റാപ്സ് നോർമൽ വീറ്റ് വേഗൻ. ഇത് നോക്കൊരു ചിയ സീഡ്സിൻ്റെ ബ്രെഡ് നോക്കിയേ, ചിയ സീഡ് ബ്രെഡ് ഒക്കെ ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. സർട്ടിഫൈഡ് വീഗനാണ്, അതെടുക്കാം. ഓക്കെ, എന്തൊക്കെ ഉണ്ടോ നോക്കും, ഒരു രക്ഷയില്ല. അപ്പോൾ ഒരു ചോയ്സാണ്. കുബൂസ് എടുക്കാം അല്ലേ? അത് അറബിക് ബ്രെഡ്, അത് തന്നെ. അതിൻ്റെ സ്മോളർ സൈസ്. ഇത് ബിഗ് വൺ. യെസ്, ഇതെടുക്കാം. ഇതൊക്കെ ഒരു ബിഗ് സൈസ്. ഭയങ്കര മോസറല്ല ഗ്രേറ്റഡ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാം അല്ലേ? മീ ഷ്രെഡഡ്, ഹലോമിയുടെ ഷ്രെഡഡ്. എന്തുമാത്രം ചോയ്സാണ് എൻ്റെ മുന്നു. പലതരം ചീസസ്. അറബിക് മസാല. അത് മാത്രമല്ല, അതിൻ്റെ തന്നെ ഹോൾ സ്പൈസസ് ആയിട്ട് തന്നെ ഉണ്ട് ഇവിടെ. ഇത് പൗഡേർഡ് ഫോം. മതി. പിന്നെ ഇത് എടുക്കണു ഓണിയൻ പൗഡർ. ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. സുമാക്ക് ടർക്കി. ഞാനാണ് ഇൻചാർജ്. അനുകുട്ടിയാണ് എല്ലാം എടുത്തു തരുന്നത്. ആലോചിച്ചോക്കെ എന്തുമാത്രം സ്പൈസസ്, രക്ഷയില്ല. ഗാർലിക് പൗഡർ ചൈനയിൽ. ഓ മൈ ഗോഡ്. മീറ്റ് മസാല UAE. ഭയങ്കര ചോയ്സ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. നമുക്ക് എവിടെയും കിട്ടാത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കിട്ടും. യെസ്, മതി. ഗാർലിക് പൗഡർ അത് മതി. കിട്ടാത്ത കാര്യങ്ങളാണ്. ജിഞ്ചർ പൗഡർ നല്ല ഫൈനായിട്ട് പൊടിച്ചു. നട്ട്മെഗ് പൗഡർ, കാടമ, ഇതൊക്കെ എന്ത് നന്നായിട്ട് ചെറിയതായിട്ട് പൊടിച്ചേക്കണം. ചൈന പാപ്രിക്ക പൗഡർ, നല്ല മതി. ലെമൺ ബ്ലാക്ക് ഫ്രൈ, ബ്ലാക്ക് പെപ്പറൊക്കെ നോക്കി കോഴ്സ്ലി ക്രഷ് ചെയ്ത് വിയറ്റ്നാം. സാത്തർ മിക്സ് ലബനീസ് റെസിപ്പീസിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അതാണ് നമ്മളിവിടെ സ്പൈസസ് മൊത്തം വാങ്ങിച്ചു തീർക്കുകയാണ്. എൻ്റെ ദൈവം, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എല്ലാ മസാലാസും കൂടി കണ്ടിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കാൻ തോന്നുന്നു. കാടമം നൈറ്റ്
പച്ചമൂലി, നമ്മുടെ ചെമ്പരത്തി ഉണങ്ങിയത്, ടിയാ സീഡ് ഫ്രം പെറു, ഫ്ലാക്സ് സീഡ്സ് ഇന്ത്യ, ഏൾ ഗ്രേ സ്പെഷ്യൽ ശ്രീലങ്ക. ആലോചിച്ചോക്കല്ലോ, ജാസ്മിൻ ഒലോങ് ടീ, കറക്റ്റ് ടീക്കുള്ള കറക്റ്റ് പവർ ടീ. അത് വേണോ? കറക്റ്റ് പവർ ഉണ്ട് അവിടെ ഉണ്ട്. ഡ്രൈ സേജിൻ്റെ ലീവ്സ്, റോസ് ബഡ്സ് പ്രീമിയം ഉണക്കിയത്. ഇതിവിടെ ഇങ്ങനെ പറയുന്നത് ഷൊഹറത്ത് മിക്സ് പ്രീമിയം ജോർഡനിൽ നിന്ന് വരുന്നത്. നമ്മുടെ ഇത് ഷിക്കാക്കായൊക്കെ നമ്മുടെ ഹെയറിൽ സ്റ്റേ ചെയ്യാനുള്ള മിക്സാണ് തോന്നുന്നു. പിത്തായ ഇക്കിഡോറിൽ നിന്ന് വരുന്നത്. എന്ത് ഫ്രൂട്ടാണാവോ? അടിപൊളി. ഇത് നോക്കിയാൽ ചെറിയ മാതളം, ഡ്രാഗൺ ഫ്രൂട്ട് പോലെ ഇരിക്കുന്നല്ലേ, ചെറിയ മാങ്ങ. പ്രിക്ലി പേഴ്സ് ഈജിപ്റ്റ്, പാഷൻ ഫ്രൂട്ട് ഇറാൻ ഉണങ്ങിയിരിക്കുന്നു. നൈസ് കിവി. അതൊക്കെ ഇത് മെലനാണ്, ജോർഡനിൽ നിന്നുള്ളത്. അത് മേടിക്കാം. അവർ ഫാം നോക്കൂ, ഫ്രഷ്. അയ്യോ, മല്ലിയം എല്ലാം ഫ്രഷ്. ഗ്രീൻസിൻ്റെ മാത്രം ഒരു സെക്ഷൻ നോക്കി, ഫ്രഷ്. ഇതവർ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ് ആണ്. ഫ്രഷ് പ്രോഡക്ട്സ്, ഹെർബ്സ്, സലാഡ് ലീവ്സ് എല്ലാം ഇതിനകത്തുനിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. All the fruits, cherries, ഓറഞ്ചിന്റെ സൈസ് നോക്കി, fresh apricots, plums, peaches. അത്ര വെറൈറ്റി നോക്കിയേ. ഓഹോ, മോങ് ഫ്രൂട്ട്, പാനിക്, ബ്ലാക്ക് ടീ, പലതരം ഓർഗാനിക് ഹാനിസി, ഹിബിസ്കസ്, പല ഡ്രിങ്ക്സ് ആക്കി കഴിക്കാനാണ്. ഓക്കെ, ഹെൽത്തി വേർഷൻസ്. സീരിയൽസിൻ്റെ സെക്ഷൻ, അല്ല ഓർഗാനിക് ബട്ടർ, ആൽമണ്ട് ബട്ടർ, അങ്ങനത്തെ കാര്യങ്ങൾ. എക്സ്പെൻസീവ് വാട്ടറാണിത്, അടിപൊളി പാക്കിംഗ്. ഇവിടെ ഇതിപ്പോൾ കംപ്ലീറ്റ് നോൺ ആൽക്കഹോളിക് ആണ്, പക്ഷെ ഞാൻ വിചാരിച്ച ആൽക്കഹോളിക് ആയിരിക്കും. അല്ല, കുർക്കുറേ, ചിറ്റോസ്, അങ്ങനെ കംപ്ലീറ്റ് ഈ സെക്ഷൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. സ്പ്രിങ്കിൾസ്. ഏത് ഫ്ലേവർ എടുക്കുന്നതിനു? ഒറിജിനൽ അത് മതി. അയ്യോ, നന്നായിരിക്കുന്നു. സ്ലീക്ക് ബൺ നൈസ്. ഇതായിരിക്കും എൻ്റെ പുതിയ യൂണിഫോം. അതായത് ഷോപ്പിൽ പോകുമ്പോൾ അല്ലേ, ഷോപ്പിൽ. അതെടുത്തോളൂ. ഇന്ത്യ ഗേറ്റ് ഉണ്ട് വലുത്. അല്ല, ഇവിടെ ഉണ്ട് ബസ്മതി ഉണ്ട് ഇന്ത്യ. പക്ഷേ ബസ്മതി റൈസ് ക്ലാസിക് ഇതല്ലേ? ചോയ്സസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ലോകത്തുള്ള ഏതൊരു ഫുഡ് ഐറ്റം വേണമെങ്കിലും ഉണ്ടാക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ കിട്ടും. എക്സ്പെരിമെൻറ്റ്സിന് പറ്റിയൊരു സ്ഥലമാണ് ഇത്. പാപ്പ എവിടെയൊക്കെ കൊണ്ടുപോയി പറയൂ. പാപ്പ എന്ത് ചെയ്തു? ബേബി സെക്ഷനാണത് ഫുള്ള്. ഒരുപാട് കളക്ഷൻ ഉണ്ട്, ഡീൽസ് ഉണ്ട് ഇഷ്ടംപോലെ. ഓ, ഗ്രിൽസ്, അങ്ങനത്തെ കിഡ്സ് ക്രിസ്മസ് സെക്ഷൻ. ക്രിസ്മസ് ഗുഡീസ്. ആഹാ,
കെൻവുഡിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ടർ. വാവ്, നൈസ്. 229 ഇപ്പോഴത്തെ ഡീല്. ഈ കംപ്ലീറ്റ് ഇലക്ട്രോണിക് ഐറ്റംസിൻ്റെ ഏരിയ. ഇവിടെ ഫുൾ യെസ്. എയർ ഫ്രയർ അവിടെ ഇല്ലല്ലേ? ഇപ്പം ഡീലുള്ള സമയമാണ്, കുറച്ച് വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. ഇത് കൊള്ളാം. ഇപ്പോൾ 245 കൊടുക്കണം. അതിന് വേറൊരു സൈഡിൽ കൂടെ പോയി പാലെടുത്തിട്ട് വന്നു. ഓ യെസ്, കറക്റ്റ് ടോട്ടലർ മിൽക്ക്. അവന്റെ ഇത് പുതിയൊരു ഷൈനി ഡ്രോപ്സ് കിഡ്സ് കണ്ടീഷണർ സ്പ്രേ. മനസ്സിലായി, അവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നത്. അത് സാന്റ, ഇത് എൽസ്. ഇത് നോക്കുമ്പോ എന്ത് ക്യൂട്ടല്ലേ ഇത്. കോട്ടൺ. അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് പോകാം കാർഡ്സ്. ഭയങ്കര ബഹളം. ക്യാൻഡി സെക്ഷൻ. അതിനോട്ട് കൊടുക്കും മുട്ടായിയുടെ അടുത്തേക്കാണ്. അനു ആൻഡ് വിഷ്ണു ബിൽ സെക്ഷനിലെത്തിക്കഴിഞ്ഞു. പേയ്മെൻറ്റ്. ഇവിടെ ഒരാള് മോളെ ചുമ്മാ ഒരു ക്യാൻഡി മേടിച്ചു. കഴിക്കുമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്നും ഒരു കെട്ട സാധനമായി. ഓരോ മുട്ടായി മേടിച്ചു. ഇത് കൊണ്ടുപോകുന്നൊന്നുമല്ല ഇവിടെ കഴിക്കാൻ. ഫുഡ് കോർട്ട് മേളത്തെ ഫ്ലോർ. ഓക്കെ, അങ്ങോട്ട് പോവാണേ നമ്മൾ. All okay? All okay? All okay? Yes, okay. നമ്മളിപ്പോൾ ഫുഡ് കോർട്ട് ഏരിയയിലേക്ക് കയറുന്നു. യെസ്, ഷേക്ക് ഷാക്ക്. ഇവിടെ ആയിരുന്നോ കഴിച്ചേ? കുടുംബങ്ങൾക്കൊരു ഷേക്കും ഒണിയൻ. നല്ല ഷേക്ക്. ഫുഡ് കോർട്ട് വലുതാണ്, നല്ല വലുതാണല്ലോ. ഓ, വലിയൊരു ഫുഡ് കോർട്ടാണ്. ഇവിടെ 2 ഉണ്ടെന്നാണ് പറഞ്ഞത്. ദിസ് ഇസ് 1. പാപ്പ ജോൺസ്. ചൈനീസ് വേണമോ? ബർഗർ കിങ് ഉണ്ട്. ഏത് വേണോ? ഞാൻ KFC പറഞ്ഞാലോ. വിഷ്ണു എന്താ കഴിക്കാൻ വേണോ? All okay? All okay? Okay. ഷേക്ക് ഷാക്കില്ലേ എൻ്റെ ബാക്കിൽ കാണുന്നത്, അവിടെ ആയിരുന്നു വിഷ്ണുവും കുടുംബം കൂടെ നേരത്തെ വന്നിട്ട് മോൾക്കൊരു മിൽക്ക് ഷേക്കെല്ലാം മേടിച്ചു കൊടുത്തു. ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഞാനൊരു KFC പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അനുവും വിഷ്ണു എന്താണെന്ന് ഡിസൈഡ് ചെയ്തില്ല, അങ്ങോട്ട് പോയിരിക്കും. ഷോമി എങ്ങനെയാണ് കാണിക്കുന്നത്? കൂടെ എങ്ങനെ ക്യാൻഡി കഴിക്കുന്നത്? എങ്ങനെ കൂടു ക്യാൻഡി? വെറുതെ ഷോക്കി വെച്ചിരിക്കുക. ഇതിങ്ങനെ കാണിക്കുന്ന കളി. ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും പുറത്ത് പോയാൽ നല്ല ചിലവുമാണ്. ഭയങ്കര എനിക്ക് തോന്നിയ കാര്യമാണ്. UK-ലെക്കാട്ടിലും സാധനങ്ങൾക്ക്, അതായത് ക്ലോത്ത് ആണെങ്കിലും ഫുഡ് ഇൻഗ്രീഡിയൻസ്, ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ തന്നെ കാട്ടി ഇവിടെ എക്സ്പെൻസീവാണ്. ഇവിടെ ടാക്സ് ഫ്രീ അല്ലേ, പക്ഷേ സാധനങ്ങൾക്ക് വിലയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ മിക്ക ദിവസം പുറത്തിറങ്ങുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നമ്മൾ ഇടയ്ക്കല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടുത്തെ എല്ലാ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക, നല്ല ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചാൽ എനിക്ക് കുക്ക് ചെയ്യുകയും ചെയ്യാമല്ലോ. പുതിയ പുതിയ പരീക്ഷണങ്ങൾ. അതുപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഐറ്റംസ് കാണിച്ചു തരാം. നമ്മളിവിടെ കഴിക്കുകയും ചെയ്യാം. അത് നിങ്ങൾ കാണാനായിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാമല്ലോ.
സ്വന്തമായിട്ട് ഇങ്ങനെ കുത്തി കഴിക്കുന്നത്. എക്സ്പേർട്ടായില്ലേ? അങ്ങനെ പകുതി കഴിച്ചിട്ട് വെച്ചു. കുറച്ച് കഴിക്കും. കൈ ചേർക്കണേ ജ്യൂസ് കിട്ടും. സ്വന്തമായിട്ടൊക്കെ കഴിക്കാൻ പഠിച്ചു. എന്നിട്ട് ഇടയ്ക്ക് സ്വന്തമായിട്ട് ജ്യൂസ് കുടിക്കുന്നു. ഓ ഈടോ ചക്കരെ. KFC അപ്പൂപ്പൻ. ബെസ്റ്റ് KFC ദുബായിലാണോ? UAE. ഓക്കെ. വയറെല്ലാം നിറഞ്ഞു എൻ്റെ ഫുൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മറ്റൊരു വണ്ട വെച്ചു എന്നാണ് പറയുന്നത്. കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ. നൈസ്. ഓക്കെ, ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. എന്ത് കഷ്ടമാണിത്. അതിന് വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് കുറഞ്ഞു നല്ലോണം കുറഞ്ഞു. കുറച്ചല്ല, നല്ല കുറവുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾ നേരെ പോകും ബാക്ക് ഹോം. ഓ ബ്യൂട്ടിഫുൾ. ഈ ഹോം സെൻറ്റർ അടിപൊളിയാണ്. ഹോം സെൻറ്റർ കയറണമെന്നുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ പറ്റില്ല. ഇനി വേറെ ദിവസം വരാം, സമയമില്ല. ഓക്കെ, ഇറ്റ്സ് ലേറ്റ്. എത്ര മണിയായി വിഷു? 12 മണിയോ? 11:20. ഓക്കെ, വീടെത്തുമ്പോൾ 12 മണിയാകും. യെസ് മോളെ, അമ്മാമ്മ ഇവിടെ ഉണ്ട്, തൊട്ട് ബാക്കിലുണ്ട്. യെസ്, ഓ മോളെ. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് Lakshmi Naya Vlogs. Love you all.